പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 വാക്യം 37. ഓ പരമദിവ്യകാരുണ്യമേ, ആരാധന, നന്ദി, സ്തോത്രം. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം നന്ദി, ആരാധന. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 36-37 വാക്യങ്ങൾ ശ്രവിച്ച പരിശുദ്ധ കന്യകാമറിയം പ്രത്യുത്തരിച്ചു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ഓ പരമദിവ്യകാരുണ്യമായ ഈശോനാഥ, ഉദരഫലം കർത്താവിൻ്റെ ദാനമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ ഉദരഫലത്തിനായി കാത്തിരിക്കുന്ന മക്കളെ ഈ ആരാധനയിൽ ഓർക്കുന്നു. അവിടുത്തെ ദാനം സ്വീകരിച്ച് പ്രസവ സമയം വരെയുള്ള ആ കാത്തിരിപ്പും സമർപ്പിക്കുന്നു. പ്രസവശേഷവും ചില സാഹചര്യങ്ങളിൽ വൈദ്യശാസ്ത്രപരമായ കാരണങ്ങളാൽ കുഞ്ഞിനെ ഒന്ന് കയ്യിൽ എടുക്കുവാൻ കാത്തിരിക്കുന്ന അമ്മമാരുടെ കാത്തിരിപ്പും സമർപ്പിക്കുന്നു. അങ്ങനെ കയ്യിലെടുക്കുന്ന ദിനം ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരെ നന്ദിയോടെ ഓർത്ത് ഈ വിവരങ്ങൾ അറിയിക്കാനുള്ള കാത്തിരിപ്പും അതിൻ്റെ പൂർത്തീകരണവും സമർപ്പിക്കുന്നു. ഇങ്ങനെയൊരു നിയോഗം ഇന്ന് പൂർത്തിയായതിനാൽ ഈ ആരാധനയിൽ ആ അമ്മയ്ക്കും കുഞ്ഞിനും കുടുംബത്തിനും ആ കുഞ്ഞിനും അമ്മയ്ക്കും വൈദ്യസഹായം നൽകിയ ശുശ്രൂഷകർക്കും എല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മക്കളില്ലാത്തവരെ വീണ്ടും സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യസക്രാരിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദിവ്യകാരുണ്യ ഹൃദയം വഴി മക്കളില്ലാത്തവരിലും നവജാത ശിശുക്കളിലും ജീവൻ്റെ എല്ലാ മേഖലകളിലും നിറയട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി. ഹല്ലേലൂയ. ഉണ്ണീശോ, പൊന്നുണ്ണീശോ, കുഞ്ഞിക്കാൽ കാണുവാൻ കൊതിച്ചിടും.